welcome to Kiddo Heaven. Hi children, how are you? I hope you all are fine. Okay, today we will learn a new letter. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ഒരു പുതിയ ലെറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലെ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു? എ മുതൽ എൽ വരെയുള്ള ലെറ്റേഴ്സുകളെ എഴുതാൻ പഠിച്ചു. അതിന്റെ വേർഡ്സ് ഒക്കെ പഠിച്ചു അല്ലേ? ആ ലെറ്റേഴ്സുകൾ ഒന്ന് പറഞ്ഞേ. എന്റെ കൂടെ തന്നെ നിങ്ങളും പറയണേ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ. നമ്മള് എൽ വരെ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എം. ഒന്ന് പറഞ്ഞേ. എൽ കഴിഞ്ഞ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഓക്കേ, എം ലെറ്ററിന് എന്തുണ്ടായിരിക്കും? വെരി ഗുഡ്. ക്യാപിറ്റൽ ലെറ്റർ എം, സ്മോൾ ലെറ്റർ എം. നമുക്ക് എന്നാ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എം എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ? എല്ലാവരും ബോർഡിൽ ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം ഇതുപോലൊരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കാം. സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കേ, എന്നിട്ടൊരു സ്ലാൻഡിംഗ് ലൈൻ. അഗൈൻ സ്ലാൻഡിംഗ് ലൈൻ. എന്നിട്ട് ഇവിടുന്ന് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എം. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എം. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എം. എങ്ങനെയാണ് എഴുതിയത്? എങ്ങനെയാണ് ഞാൻ ഈ ക്യാപിറ്റൽ ലെറ്റർ എം എഴുതിയത്? ഒന്ന് പറഞ്ഞേ. സ്റ്റാൻഡിംഗ് ലൈൻ. ഓക്കേ, വെരി ഗുഡ്. എന്നിട്ട് ഇവിടുന്ന് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ. എന്നിട്ട് ഇവിടുന്ന് ഒരു സ്ലാൻഡിംഗ് ലൈൻ. ഓക്കേ, എന്നിട്ട് താഴോട്ടൊരു സ്റ്റാൻഡിംഗ് ലൈൻ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എം. നമുക്ക് ഒന്നുകൂടെ എഴുതി നോക്കിയാലോ? എങ്ങനെ എഴുതാം? സ്റ്റാൻഡിംഗ് ലൈൻ, എന്നിട്ട് ഇവിടുന്ന് ഒരു സ്ലാൻഡിംഗ് ലൈൻ, ഇവിടുന്ന് വീണ്ടും ഒരു സ്ലാൻഡിംഗ് ലൈൻ, എന്നിട്ട് താഴേക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എം. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എം എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ, എന്നിട്ട് ഡൗൺവേർഡ് കർവ്, അഗൈൻ ഡൗൺവേർഡ് കർവ്. താഴേക്ക് ഇതുപോലെ രണ്ട് കർവ്സ് വരച്ചു കൊടുക്കുക. ആദ്യം സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് താഴോട്ട് ഇതുപോലെ രണ്ട് ഡൗൺവേർഡ് കർവ് വരച്ചു കൊടുക്കുക. ഓക്കേ, എങ്ങനെയാണ് സ്മോൾ ലെറ്റർ എം എഴുതുന്നത്? സ്റ്റാൻഡിംഗ് ലൈൻ, ഡൗൺവേർഡ് കർവ്, അഗൈൻ ഡൗൺവേർഡ് കർവ്. ദിസ് ഈസ് സ്മോൾ ലെറ്റർ എം. എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞേ. സ്റ്റാൻഡിംഗ് ലൈൻ, downward curve, again downward curve. This is small letter M. Okay. അപ്പോ capital letter M, small letter M എഴുതാൻ എളുപ്പല്ലേ? നിങ്ങൾക്ക് ഇനി സ്ലൈറ്റ് എടുത്തിട്ട് അതിൽ എഴുതി പഠിച്ചൂടെ? ഓക്കേ, capital letter M എങ്ങനെയാണ് എഴുതുക? സ്റ്റാൻഡിംഗ് ലൈൻ, എന്നിട്ട് ഇവിടുന്ന് ഒരു സ്ലാൻഡിംഗ് ലൈൻ, വീണ്ടും ഒരു സ്ലാൻഡിംഗ് ലൈൻ, എന്നിട്ട് താഴോട്ട് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ. അപ്പൊ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ എം. ഇനി സ്മോൾ ലെറ്റർ എം എങ്ങനെയാണ് എഴുതുക? സ്റ്റാൻഡിംഗ് ലൈൻ, എന്നിട്ട് താഴോട്ട് ഇതുപോലെ രണ്ട് കർവ്സ് വരച്ചു കൊടുക്കുക. ഡൗൺവേർഡ് കർവ്സ് വരച്ചു കൊടുത്താൽ എന്തായി? സ്മോൾ ലെറ്റർ എം. ഓക്കേ, ഈ എം ലെറ്ററിന് ഒരു സൗണ്ട് വരുന്നുണ്ട്. അതെന്താണെന്നറിയോ? എം സൗണ്ട്, എം സൗണ്ട്, എം സൗണ്ട്. എമ്മിന്റെ സൗണ്ട് എന്താണ്? ഓക്കേ, ഒന്ന് പറഞ്ഞേ. ക്യാപിറ്റൽ ലെറ്റർ എം, സ്മോൾ ലെറ്റർ എം, എം സൗണ്ട്, എം സൗണ്ട്. ഓക്കേ, ഇനി നമുക്ക് എം ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 4 വേർഡ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഞാന് ഓരോ പിക്ചേഴ്സും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ. ഇതെന്താണ്? എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? കണ്ടിട്ടുണ്ടോ? എന്താണെന്ന് പറഞ്ഞ എന്താണ്?
പറയൂ. എന്താണ്? മൂൺ. ഒന്ന് പറഞ്ഞേ. മൂൺ. മൂൺ എവിടെയാണ് ഉണ്ടാവാറ്? സ്കൈയിലാണ് മൂൺ ഉണ്ടാവാറ് അല്ലേ? മൂണ് ഡേയിലാണോ നൈറ്റിലാണോ മൂണെ നമ്മൾ കാണുന്നത്? നൈറ്റിലാണ് സ്കൈയില് മൂൺ ഉണ്ടാവാറ് അല്ലേ? ഓക്കെ, ഇതെന്താണ്? മൂൺ. ഒന്ന് പറഞ്ഞേ. മൂൺ. M for മൂൺ. M for മൂൺ. മൂണിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? M. മൂണിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? M. ഓക്കെ, അപ്പൊ ഞാൻ ഈ മൂണിനെ ഈ ബോർഡില് ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പിക്ചർ എഴുതാൻ നോക്കാം. ഇതെന്താണ്? എന്താണ്? നമ്മുടെ വീടിന്റെ മുൻപിലൊക്കെ ഇത് വെക്കാറുണ്ട്. എന്താണ്? നമ്മുടെ കാലിലുള്ള ഡസ്റ്റ് ഒക്കെ നമ്മൾ ഇതിൽ തുടച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത്. ഇതെന്താണ്? എന്താണ് അറിയോ? മാറ്റ്. എന്താണ്? മാറ്റ്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. മാറ്റ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മാറ്റ് ഉണ്ടായിരിക്കും അല്ലേ? ഇതെന്താണ്? മാറ്റ്. ഒന്ന് പറഞ്ഞേ. മാറ്റ്. M for മാറ്റ്. M for മാറ്റ്. ഓക്കെ, മാറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? M. ഓക്കെ, ഇപ്പൊ നമ്മള് 2 വേർഡ്സ് പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? M for മൂൺ, M for മാറ്റ്. ഓക്കെ, ഇനി അടുത്ത പിക്ചർ എഴുതാൻ നോക്കാം. ഇതാരാണ്? ആരാണ്? ആരാണ്? പറയൂ. ആരാണ്? ഉറക്കെ പറയൂ. ആരാണ്? മങ്കി. ആരാണ്? മങ്കി. ഒന്ന് പറഞ്ഞേ. മങ്കി. നമ്മള് വൈൽഡ് ആനിമൽസിൽ പഠിച്ചു അല്ലേ? എന്ത്? വെരി ഗുഡ്. നമ്മള് വൈൽഡ് ആനിമൽസിൽ മങ്കി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതെന്താണ്? മങ്കി. ഒന്ന് പറഞ്ഞേ. മങ്കി. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. മങ്കി. ഒന്നുകൂടെ പറഞ്ഞേ. മങ്കി. ഓക്കെ, മങ്കി എന്ന വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? M. M for monkey. M for monkey. ഓക്കെ, ഇനി ലാസ്റ്റ് പിക്ചർ എഴുതാൻ നോക്കാം. ഇതെന്താണ്? വെരി ഗുഡ്. ഇതൊരു ഫ്രൂട്ട് ആണ് അല്ലേ? ഈ ഫ്രൂട്ടിന് ഒരു നെയിം പറയും. എന്താണ്? വെരി ഗുഡ്. ഇത് നമ്മുടെ നാഷണൽ ഫ്രൂട്ട് ആണ് അല്ലേ? വെരി ഗുഡ്. നാഷണൽ ഫ്രൂട്ട് ഏതാണ്? ഏതാണ്? മാംഗോ. ഏതാണ്? മാംഗോ. ഒന്നുകൂടെ പറഞ്ഞേ. മാംഗോ. ഓക്കെ, മാംഗോ എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? ഏതായിരിക്കും? M. M for മാംഗോ. M for മാംഗോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ മാംഗോ ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഇപ്പൊ നമ്മള് 4 വേർഡ്സ് പഠിച്ചു അല്ലേ? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. M for മൂൺ, M for മാറ്റ്, M for monkey, M for mango. വെരി ഗുഡ്. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സില് ക്യാപിറ്റൽ ലെറ്റർ M പഠിച്ചു, സ്മോൾ ലെറ്റർ M പഠിച്ചു, M വരുന്ന 4 വേർഡ്സും പഠിച്ചു അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.